പച്ച തേങ്ങ അരച്ച ചൂര മീൻ കറി ഉണ്ടാക്കാം. ബാ. ഞാൻ മീൻ, ചിക്കൻ ഇതെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ ക്ലീൻ ചെയ്യാറ്. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ അതുണ്ടാക്കാൻ. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. ഇതാ കണ്ട, നല്ല വെളുത്ത് തൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ റെഡിയാക്കിയെടുക്കാം. തേങ്ങയുടെ വെള്ളം ഞാൻ കളയാറില്ല. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. നമുക്കിനി ചിരകിയ പോലെ ആക്കിയെടുക്കാം തേങ്ങ കൊത്തിന്. ഇത് നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് കൊച്ചുള്ളി ആവശ്യമുണ്ട്. കൊച്ചുള്ളി ഒരു 6-7 അല്ലി കൊച്ചുള്ളി ഇട്ടിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്കിടാം, കളറിനനുസരിച്ചും നിങ്ങൾക്കിടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല അരച്ചെടുക്കുക. ആ സമയം കൊണ്ടൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഈ അരച്ച അരപ്പിനെ നമ്മൾ മീൻ കഷ്ണത്തിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ആ പുളി നല്ല പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇത് പുളിയും നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല ടൊമാറ്റോ ആണെങ്കിൽ അതൊരെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, എൻ്റെ കയ്യിലുള്ളത് മറ്റേ മണമുള്ള മുളകാണ്, അപ്പോൾ അത് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കും. ഒരു പ്രത്യേക ഒരു മണം വരും കറിക്ക്. എന്നിട്ട് കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വറുത്ത് വെച്ച ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണിൻ്റെ ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മീൻ കുക്കായിട്ടുണ്ടാവും, പക്ഷെ കറി റെഡിയായോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് മുകളിലൊരു ഓയിൽ ലെയർ വന്നോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ കറി റെഡി. ഇതാണ് നമ്മളുടെ പച്ച തേങ്ങ അരച്ച മീൻ കറി. താങ്ക് യു ഫോർ വാച്ചിങ്.